Hello friends, Technique Malayalam channel like video. Swagatham. In നമ്മൾ unbox ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണ്. സാധാരണ നമ്മൾ അൺബോക്സ് ചെയ്യാറുള്ളത് സ്മാർട്ട് ഫോൺസ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു പ്രീമിയം അൾട്രാ ബുക്ക് ആണ്. അതായത് ASUSന്റെ Zenbook S എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഒരു പ്രീമിയം ലാപ്ടോപ്പ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഒന്ന് രണ്ട് ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് ചെയ്യേണ്ടായി, റിവ്യൂ ചെയ്യേണ്ടായി. പക്ഷേ ഇതൊരു ഡിഫറെന്റ് സീരീസ് ആണ്. ഇതൊരു പ്രീമിയം ലാപ്ടോപ്പാണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ 1 lakhന് മുകളിൽ പ്രൈസ് ചെയ്ത് ഒരു പ്രീമിയം ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ASUSന്റെ Zenbook S എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ വേരിയൻസിൽ വരുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം, എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ ASUS എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതിൻ്റെ സീരീസിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ UX391U ആണ്. അതായത് ASUS Zenbook Sൻ്റെ കോഡ് നെയിം UX391U ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യം നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇതിൽ വരുന്നത് 13.3 ഇഞ്ച് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് Core i7 ആണ്, 2018 ഇറങ്ങിയ Core i7 ആണ് ഇതിൽ വരുന്നത്. 8550U ആണ് ഇന്റൽ പ്രോസസ്സറിൻ്റെ ഇത്. പിന്നെ 512GB SSD ആണ് വരുന്നത്. ഇതിൽ സാധാരണ ഹാർഡ് ഡിസ്ക് അല്ല, SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. പിന്നെ റാം ആണെങ്കിൽ 16GB റാം ആണ് വരുന്നത്. പിന്നെ USB Type C പോർട്ടും OS എന്ന് പറഞ്ഞാൽ Windows 10 ആണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ 4 cell 50W ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,29,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രീമിയം അൾട്രാ ബുക്കാണ്. അപ്പോൾ ലുക്സ് വൈസും ഫീച്ചർ വൈസും കൊണ്ട് എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു മനോഹരമായ സീരീസാണ് Zenbook S. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ബോക്സ് അകത്ത് കാണാം. അപ്പോൾ ഇതാണ് ASUSന്റെ Zenbookൻ്റെ ബോക്സ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ആദ്യം. പിന്നെ വരുന്നത് ഒരു സ്ലീവാണ്, അതായത് ലാപ്ടോപ്പ് കേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇത്രയും കോമ്പാക്റ്റായി കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു നല്ല ക്വാളിറ്റി സ്ലീവാണെന്ന് പറയാം, നല്ല ഫിനിഷ് ഉണ്ട്. പിന്നെ വേറെ ഒരു ചെറിയ ബോക്സും കൂടെ ഉണ്ട്. ഇത് മിക്കവാറും ചാർജർ ആവാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് ഇത് ചാർജറിൻ്റെ പടം കാണാൻ നിങ്ങൾക്ക്. ചാർജറാണ് ഇതിനകത്ത് വെറും ചാർജർ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് പുറത്തെടുക്കുന്നില്ല, സ്റ്റാൻഡേർഡ് ചാർജറാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ASUSന്റെ Zenbook S സീരീസ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് ASUSന്റെ Zenbook ആണ്. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് ASUSന്റെ Zenbook. വളരെ ഒരു മനോഹരമായ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ മെറ്റൽ ബോഡി ലാപ്ടോപ്പാണ്. പിന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമ്മളതിനെക്കുറിച്ച് വിശദമായി പറയാം. അതിന് മുമ്പ് നമ്മൾ ബാക്കി എന്തൊക്കെ ബോക്സിനകത്ത് വരും നോക്കാം. ഇതിനകത്ത് മാനുവൽ ഇൻഫർമേഷനാണ്, ഒരു ചെറിയ മാനുവലും വാറൻറ്റി ഇൻഫർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ബുക്കിലെറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇത്ര ഈ ബോക്സിനകത്തുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് നോക്കാം. അപ്പോൾ സ്ലീവിനകത്തുള്ളത്, അപ്പോൾ ഇതൊരു ഹബ്ബാണ്. ഹബിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഇത് USB Type C പോർട്ടാണ്. ഇതിനകത്തൊരു ഹബ്ബാണ്. ഹബിനകത്ത് നമ്മുടെ സാധാരണ USB 3.0 ഉണ്ട്, പിന്നെ HDMI പോർട്ട് ഉണ്ട്, പിന്നെ ഒരു USB Type C പോർട്ടും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അത് ASUSന്റെ തന്നെ ഒഫീഷ്യൽ ആക്സസറിയാണ്. ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നതാണ്. ഇത് എന്തുകൊണ്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായ ഒരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ASUS എന്നുള്ള ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് 1 kg ഉള്ളൂ വെയിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ലൈറ്റ് വെയ്റ്റ് ലാപ്ടോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രീമിയംനെസ് പറയുന്നത്. ഫുൾ മെറ്റൽ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിഞ്ച് മെക്കാനിസം കാണാം, അല്ലേ? ഇതിന് ഹിഞ്ച് ഒരു ഡിഫറെൻറ്റ് മെക്കാനിസമാണ്. കാരണം നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇതിനൊരു ലിഫ്റ്റ് കൊടുക്കുകയാണ് താഴേന്ന്, അല്ലേ? അപ്പോൾ ടേബിളിൽ വെക്കുമ്പോൾ തന്നെ ഇത് റേസ്ഡ് പൊസിഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഗുണം എന്ന് വെച്ചാൽ ടൈപ്പിങ്ങിന് വളരെ ഒരു ഹെൽപ്ഫുള്ളായ രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം കൊടുത്തിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ലാപ്ടോപ്പ് എല്ലാം ഫ്ലാറ്റ് ലാപ്ടോപ്പാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് ഒരു സ്ലാൻഡിങ് പൊസിഷനാണ്, കണ്ടില്ലേ നിങ്ങൾക്ക്? ഒരു സ്ലാൻഡിങ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പിങ്ങിന് കുറച്ചും കൂടെ ഒരു നല്ല ഫീല് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് കാണാം ഒരു 3.5mm ഓഡിയോ ജാക്കാണ്, അതായത് മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള 3.5mm ഓഡിയോ ജാക്കാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 2 തണ്ടർബോൾട്ട് സപ്പോർട്ടുള്ള USB Type C പോർട്ടാണ്, തണ്ടർബോൾട്ട് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഈ സൈഡിൽ പോർട്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ ഒരു USB Type C പോർട്ടാണ്. ഇത് USB 3.1 സാധാരണ നമ്മുടെ Type C പോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വേറെ പോർട്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സാധാരണ USB പെൻ ഡ്രൈവ്സ് ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നോർമൽ USB 3.0 പോർട്ടില്ല, എല്ലാം USB Type-C ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സസറി വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സാധാരണ USB ഡോങ്കിൾസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഇതിൽ മാത്രമേ USB Type-C USB 3.0 പോർട്ടുള്ളൂ. പിന്നെ HDMI കണക്ട് ചെയ്യണമെങ്കിലും ഇത് തന്നെ യൂസ് ചെയ്യണം. കാരണം HDMI പോർട്ട് ഇതിനകത്തില്ല, വെറും തണ്ടർബോൾട്ടും USB 3.1 ഇത് മാത്രമേ ഉള്ളൂ, Type-C പോർട്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വളരെ ഒരു നല്ല ഫിനിഷാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ് ഇതിന് പറയുന്നത്. പിന്നെ ഗോൾഡ് സൈഡിലെല്ലാം ഗോൾഡ് ചാംഫേർഡ് എഡ്ജസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു മനോഹരമായ ഫിനിഷാണ് വരുന്നത്. പ്രീമിയം ഫിനിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് ഡിസ്പ്ലേ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് Core i7 ആണ് വരുന്നത്, 512 GB SSD ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. നമുക്ക് ജസ്റ്റ് ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. ഇത് 13.3 ഇഞ്ചസ് ഫുൾ HD ഡിസ്പ്ലേയാണ്. ഗ്ലോസി ഡിസ്പ്ലേ ആണ്. ഗ്ലോസി ഡിസ്പ്ലേ ആണെങ്കിലും നല്ല വ്യൂയിങ് ആംഗിൾസ്, 178 ഡിഗ്രി വ്യൂയിങ് ആംഗിൾസ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതേ Zenbook S സീരീസിൽ 3 വേരിയൻസ് ആണ് അവൈലബിൾ ആണ്. ഒന്നും ഫുൾ HD, രണ്ടെണ്ണം ഫുൾ HD വെച്ചിട്ടാണ് വരുന്നത്. Core i7, Core i5 ഉണ്ട്. Core i5 എനിക്ക് തോന്നുന്നു 1 TB റെഗുലർ ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. Core i7 SSD ആണ്, 512 GB SSD ആണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ വേറൊരു വേരിയൻ്റ് ഉള്ളത്, ഡിസ്പ്ലേ ഫുൾ HDക്ക് പകരം അൾട്രാ HD ഉള്ള വേരിയൻ്റ് ഉണ്ട്. അത് വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം ഡിസ്പ്ലേ പാനൽ തന്നെ അൾട്രാ HD ആണ്. അതിനകത്ത് ടച്ച് സപ്പോർട്ടും ഉണ്ട്. ഇതിനകത്ത് ടച്ച് ഇല്ല, ഇതിനകത്ത് റെഗുലർ ഇതാണ്. പിന്നെ കീബോർഡ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു നല്ല രീതിയിലാണ് കീബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഗുഡ് ട്രാവലും ഉണ്ട്. വളരെ ഈസിലി നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കീബോർഡ് ബാക്ക്ലിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ടൈപ്പ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ റെഗുലർ കീബോർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ലാപ്ടോപ്പിൽ നിന്ന് വരുമ്പോൾ ഇത് കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്യില്ല. പിന്നെ നല്ലൊരു ട്രാക്ക് പാഡാണ്. ടച്ച് പാഡ് വളരെ ഒരു റെസ്പോൺസീവാണ്. നമ്മളിതൊരു യൂസ് ചെയ്തിട്ട് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക്. കാരണം ഇതിൽ ജമ്പിങ് ഇഷ്യൂസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ ഒരു സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ട്രാക്ക് പാഡിൻ്റെ കോർണറിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അപ്പോൾ നമുക്ക് വിൻഡോസ് ഹെലോ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതുവഴി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലോക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്തു. ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് ഞാൻ അൺലോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് അൺലോക്ക് ചെയ്യാവുന്നതാണ്. അല്ലേ, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്കിത് ക്യാരി ചെയ്ത് നടക്കാൻ വളരെ ഈസിയാണ്. കാരണം 1 kg വരുന്നുള്ളൂ. സാധാരണ ലാപ്ടോപ്സ് എല്ലാം നമ്മുടെ ഒരു 2.2 kg ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അൾട്രാ പോർട്ടബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഫോം ഫാക്ടറും കാണാൻ നിങ്ങൾക്ക് വളരെ സ്ലിമ്മായ ഫോം ഫാക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 kg അതിൻ്റെ വെയിറ്റ് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാവുന്ന ഒരു ലാപ്ടോപ്പാണ് ASUSൻ്റെ Zenbook S. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വളരെ ഒരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് 13.5 hours ആണ് ബാറ്ററി ലൈഫ് അവകാശപ്പെടുന്നത്. പക്ഷേ അത്രയ്ക്കൊന്നും നമുക്ക് എന്താണെങ്കിലും കിട്ടത്തില്ല. കാരണം അത് അണ്ടർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 8 to 9 hours എന്താണെങ്കിലും കിട്ടുന്നതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ 10 hours ഒക്കെ നമ്മുടെ യൂസിനനുസരിച്ചിരിക്കും. പക്ഷേ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. 1920x1080p റെസൊല്യൂഷനാണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിനകത്ത് Core i7 ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് Core i7 ആണ്. 512 GB SSD ആണ് വരുന്നത്. പിന്നെ 16 GB RAM ആണ്. അപ്പോൾ വളരെ ഒരു ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് പെർഫോമൻസിന് മുൻഗണന കൊടുക്കുന്ന ഒരു ലാപ്ടോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് പറയാവുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ്. നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ കൺസ്ട്രക്ഷനാണ്. പിന്നെ 1 kg താഴെ വരുന്നുള്ളൂ വെയിറ്റ്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിനകത്ത് വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 60% ഓഫ് ബാറ്ററി ഇൻ ജസ്റ്റ് 49 minutes. അതായത് 1 മണിക്കൂറിൽ താഴെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് 60% കപ്പാസിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. 50 Wh ബാറ്ററിയാണ് ബാറ്ററീൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇതിനകത്ത് ഇവോൾവ് കൂളിംഗ് എന്ന് പറഞ്ഞ് കമ്പനി പറയുന്നുണ്ട്. വളരെ ഒരു എന്താ പറയുക, സൈലൻ്റ് ആയ ഒരു ഫാനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് അപ്ഗ്രേറ്റഡ് കൂളിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ഒരു സൈലൻറ്റ് ഫാൻ ഓപ്പറേഷനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് പറയാവുന്നത് നല്ല പെർഫോമൻസ് കാര്യങ്ങളും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തണ്ടർബോൾട്ട് സപ്പോർട്ടുണ്ട്, പിന്നെ ഹാർമൻ കാർഡൻ്റെ ഓഡിയോ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു നല്ല സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ASUSൻ്റെ എല്ലാ Zenbook സീരീസിലും ഹാർമൻ കാർഡൻ്റെ ഓഡിയോ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് Windows 10 ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ASUS Zenbook Sൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,29,000 ആണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ്. അത് Core i5 ആയിരിക്കുന്നതാണ് നമ്മുടെ ധാരണ. നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വേരിയൻ്റെ പ്രൈസ് നമുക്ക് എക്സാക്ട് പ്രൈസിങ് എനിക്കറിയില്ല, ഞാൻ കൺഫേം ചെയ്ത് പറയാം. പക്ഷേ ഇതിൽ ഈ Zenbook സീരീസ് S സീരീസിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,29,000. അതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രീമിയം ലാപ്ടോപ്പാണ്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ മാക് ബുക്ക് അല്ലെങ്കിൽ ഡെല്ലിൻ്റെ XPS 13 എന്നൊക്കെ പറഞ്ഞ സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു, അല്ലെങ്കിൽ HP-ൻ്റെ സ്പെക്ട്ര സീരീസ്, ഇതെല്ലാം പ്രീമിയം ലാപ്ടോപ്പാണ്. അതായത് 1,20,000 മുകളിലൊക്കെ വരുന്ന സീരീസാണ്. അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ് ASUSൻ്റെ Zenbook S എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു Zenbook Sൻ്റെ ഒരു അൺബോക്സിങ്ങും നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ തന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.